ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ വിഷുഫലത്തിൽ പൂരുരുട്ടാതിയുടെ ഫലമാണ് പറയുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം പറയാൻ പോവുകയാണ്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഗ്രഹചാര ഫലങ്ങളാണ് ഈ വാർഷിക ഫലത്തിൽ മെയിനായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇതിലെല്ലാം ശരിയായിക്കൊള്ളുന്നില്ല, പക്ഷെ ഒരു വിധത്തിലൊക്കെ ശരിയാവാം. ഒരു 75% ശരിയായി ഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം ഗ്രഹചാരഫലമല്ലേ, ഗ്രഹങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കാരണം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ സാധാരണഗതിയിൽ ദീർഘായുസ്സുള്ളവരാണ്. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ, പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ ചില ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഭാര്യയ്ക്ക് അടിമപ്പെട്ടവരായിരിക്കുമെന്ന്. കാരണം വീട്ടിൽ ഭാര്യയുടെ ഭരണമായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സർക്കാർ ജോലി ലഭിക്കാം. സമ്പത്തും വ്യസനവും സാഹസികതയും ഒരുമിച്ചുണ്ടാവും. സമ്പത്തും വ്യസനവും സാഹസികതയും ഒരുമിച്ചുണ്ടാവും. ബാല്യകാലത്തോ യൗവനകാലത്തിലോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളിൽ നിന്ന് വേർപെടാനുള്ള സാധ്യതയുണ്ട്. സൗഭാഗ്യ ജീവിതമാണ്. നല്ല ഭർതൃയോഗം, നല്ല സന്താനയോഗം, നല്ല ഭാര്യായോഗം എല്ലാം ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ വളർച്ചയും മാറ്റങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും 2025. സാമ്പത്തികം, കുടുംബം, കാര്യക്ഷമത എന്നിവയിൽ മേൽനോട്ടങ്ങൾ ഉണ്ടാവും. അതേസമയം കഴിഞ്ഞ വർഷങ്ങളെ ചില പ്രതിസന്ധികൾ മനസ്സിലാക്കി ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് വിജയകരമായ ഫലങ്ങൾ നൽകും. കഴിഞ്ഞ വർഷങ്ങളിലെ ചില പ്രതിസന്ധികൾ മനസ്സിലാക്കി ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ വിജയകരമായ ഫലങ്ങൾക്ക് സാധ്യതയുണ്ടാക്കും. സങ്കടകരമായ പ്രശ്നങ്ങൾ അവസാനിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സങ്കടകരമായ ഘട്ടങ്ങൾ അവസാനിക്കാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ തുറന്നു വരുന്നു. മനസ്സിലെ സമാധാനം വർദ്ധിക്കും. ആത്മവിശ്വാസം കൂടും. അഭിപ്രായ ഭേദങ്ങൾ പരിഹരിച്ച് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. സമ്പദ് മേഖലയിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ മേഖലയിൽ അഭിവൃദ്ധിയും മേൽനോട്ടങ്ങളും പ്രതീക്ഷിക്കാം. പ്രൊമോഷൻ, പുതിയ ജോലി അവസരങ്ങൾ, വിതരണ വൃത്തത്തിൽ അംഗീകാരം എന്നിവ ലഭിക്കാം. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്ത് പുതിയ വിപുലീകരണങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും അനുകൂല സമയമാണിത്. പക്ഷേ നിർഭാഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കാതെ ലോങ് ടേം പ്ലാനുകൾ തയ്യാറാക്കണം. കൂടുതൽ പഠനം നടത്തി വേണം സമഗ്രമായ തീരുമാനങ്ങൾ എടുക്കാൻ. സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റം ലഭിക്കും. ശരിയായ നിക്ഷേപങ്ങളിൽ വളർച്ച സാധ്യമാകും. അപ്രതീക്ഷിത വരുമാനങ്ങൾ ലഭിക്കും. ഓഹരി വിപണി പോലുള്ള മേഖലകളിൽ ശ്രദ്ധപൂർവ്വം മുന്നോട്ട് പോകണം. വാചാലമായ ചെലവുകൾ ഒഴിവാക്കുക. സമയോചിതമായ നിക്ഷേപങ്ങൾ നടത്തുക. മനസ്സിനും പ്രതീക്ഷകൾക്കും അനുയോജ്യമായ സമ്പദ് പദ്ധതികൾ സ്വീകരിക്കുക. കുടുംബപരമായി സന്തോഷവും ആഘോഷവും നിറഞ്ഞ വർഷമാണിത്. വിവാഹം, കുടുംബ വിപുലീകരണം സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആശയവിനിമയം സഹായകരമാകും. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വരാം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ധൈര്യത്തോടെയും സമാധാനത്തോടെയും തീരുമാനങ്ങൾ എടുക്കണം. സഹകരണ മനോഭാവം കാത്തു സൂക്ഷിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമുണ്ട്. കൂടുതൽ യാത്ര ശരീരക്ഷീണം വരുത്തിയേക്കാം. മിതമായ ഭക്ഷണവും നിയമിത വ്യായാമവും അത്യാവശ്യമാണ്. നല്ല ജീവിതശൈലികൾ പരിപാലിക്കുക. ആരോഗ്യ പരിശോധനകൾ പതിവാക്കുക. മാനസിക സംതൃപ്തിയിൽ യോഗ, ധ്യാനം തുടങ്ങിയവ പ്രയോജനം ലഭിക്കും. പുതിയ അവസരങ്ങൾ കണ്ടുപിടിച്ച് സമർപ്പിതമായി പ്രവർത്തിക്കുക. വ്യക്തിപരമായ വളർച്ച ലക്ഷ്യമാക്കി തുടർച്ചയായ പഠനം തുടരുക. കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ആരോഗ്യ സംരക്ഷണത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും മുൻതൂക്കം നൽകുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2025 വിജയകരമായ, സമാധാനപരമായ, സന്തോഷകരമായ ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.